നമസ്കാരം. 40 ദിവസം നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊട്ടിക്കലാശം. CAA മുതൽ പ്രധാനമന്ത്രിയുടെ വർഗീയ പ്രസംഗം വരെ, പാനൂർ സ്ഫോടനവും വടകരയിലെ സൈബർ വിവാദവും മുതൽ രാഹുൽ ഗാന്ധി പിണറായി വിജയൻ വാക്പോര് വരെ വിഷയങ്ങൾ പലത് വന്നു. ഒരൊറ്റ വിഷയത്തിൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ല ഇക്കുറി. പോരാട്ടം മണ്ഡലങ്ങളിൽ കേന്ദ്രീകൃതവുമാണ്. തരംഗങ്ങളൊന്നും ഉപരിതലത്തിൽ പ്രകടമല്ല. പതിവിന് വിപരീതമായി 5 മണ്ഡലങ്ങളിലെങ്കിലും ത്രികോണ മത്സരമുണ്ട്. ഇന്ന് വിധിയെഴുത്തിന് തൊട്ടു മുൻപുള്ള ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നു ആരാണ് മുന്നിൽ, വിധിയെഴുത്തിലെ ഘടകങ്ങൾ എന്തൊക്കെയാകും, മത്സരം ത്രികോണമായോ, തരംഗരഹിതമായ തിരഞ്ഞെടുപ്പാണോ ഇത്? ഈ ചർച്ചയിൽ ശ്രീ കെ എസ് ശബരിനാഥൻ കോൺഗ്രസ്, ശ്രീ കെ എസ് അരുൺകുമാർ CPIM, ശ്രീ ശങ്കുട്ടി ദാസ് BJP എന്നിവർ. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ കെ എസ് അരുൺകുമാർ, ഈ ഇലക്ഷൻ എന്ത് വിഷയത്തിലാണ് എന്നാണ് CPM കരുതുന്നത്? ഞാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ഫോക്കൽ പോയിന്റ് CAA ആണ് എന്നാണ്. ന്യൂനപക്ഷ സംരക്ഷണം എന്ന ഒറ്റ തീമിലാണോ ഈ ഇലക്ഷനെ നിങ്ങൾ നേരിട്ടത്? ഇന്ന് രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടേതെന്ന് കരുതാവുന്ന 2 പത്രങ്ങളിൽ, സുപ്രഭാതത്തിലും ദീപികയിലും, ഒന്നിൽ CAA അടക്കമുള്ള മുസ്ലിം ന്യൂനപക്ഷ വിഷയങ്ങളും ദീപികയിൽ മണിപ്പൂർ അടക്കമുള്ള ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഷയങ്ങളും ഉന്നയിച്ചാണ് ഞങ്ങൾ ഉണ്ടാവണം എന്ന നിലയിലുള്ള പരസ്യം, ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന പരസ്യം നിങ്ങൾ കൊടുത്തത്. അപ്പോൾ ഈ ന്യൂനപക്ഷ സംരക്ഷണം എന്നുള്ളതാണോ ഈ ഇലക്ഷനിൽ LDF മുന്നോട്ട് വെക്കുന്ന സെൻട്രൽ തീം? ഈ രാജ്യത്ത് ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങൾ കടുത്ത വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു 10 വർഷമാണ് നാം കണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു, മതനിരപേക്ഷ കാഴ്ചപ്പാട് എന്നേക്കുമായി അവസാനിക്കുന്നു. അതുപോലെ ഫെഡറലിസം ഏറ്റവും കടുത്ത വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രതിഷേധത്തിന്റെ സ്വരങ്ങളെ ഇല്ലാതാക്കാൻ കള്ളക്കേസിൽ കുടുക്കി നിരവധി ആളുകളെ ജയിലിലടക്കിയാണ്. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കുന്നു. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം കാണുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രധാനപ്പെട്ട 2 മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ ജയിലിലാണ്. അതുകൊണ്ട് ഈ രാജ്യം നിലനിർത്തുക, മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ നിലനിർത്തുക, അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഫെഡറലിസത്തെ കാത്തു സംരക്ഷിക്കുക, അതേപോലെ തന്നെ ആഭ്യന്തര ശത്രുക്കൾ എന്ന പേരിൽ ഇവിടെ ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും എല്ലാം വേട്ടയാടുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വേട്ടയാടൽ എന്നേക്കുമായി അവസാനിപ്പിക്കുക. അത്തരത്തിൽ ഈ രാജ്യത്തെ ഒരു വിശാലമായ കാഴ്ചപ്പാടോടെ ഈ രാജ്യം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന എല്ലാ വിഷയങ്ങൾ, അത് കാശ്മീരിനെ കീറിമുറിച്ചതും, അതുപോലെ മുത്തലാഖ് പരിഷ്കരണ നിയമം, അതുപോലെ കാർഷിക പരിഷ്കരണ നിയമം, ലേബർ കോഡ്, അതുപോലെ ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ്, ബിൽക്കീസ് ബാനുവിന്റെ കേസിലെ പ്രതികളെ മോചിപ്പിച്ചത്, അതുപോലെ ഏറ്റവും അവസാനം ഇന്ത്യ എന്ന പേര് മാറ്റുന്നത്, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ, അതിന്റെ സുപ്രീം കോടതിയിലുള്ള കേസ്, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ച സാഹചര്യം, അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയ കേസ്, സാമ്പത്തിക ഫെഡറലിസം തകർത്തത്, അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയത്, ഡൽഹിയിൽ നടന്ന സമരം, എല്ലാ ഭാഗത്തും ഒരു ഭാഗത്ത് ഇടതുപക്ഷമുണ്ട്. ഈ രാജ്യം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങൾ ഗൗരവമായി പാർലമെന്റിന്റെ അകത്തും പുറത്തും ചർച്ച ചെയ്യുമ്പോഴും അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും സമരവും നടക്കുമ്പോൾ അതിൽ ഇടതുപക്ഷമുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്തെ നിലനിർത്തുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയം. അതിന് ആർക്കാണ് ശക്തമായി നിലപാട് സ്വീകരിക്കാൻ കഴിയുക? ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടും വ്യക്തതയുള്ള തെളിവാർന്ന നിലപാട് സ്വീകരിക്കാൻ ആർക്കാണ് കഴിയുക? ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നവരെ പണം കൊടുത്ത് രാഷ്ട്രീയം മാറ്റി BJP ആക്കുന്നതാണ് അടുത്ത കാലത്ത് കണ്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് മുമ്പ് നോമിനേഷൻ കൊടുക്കുന്നവരെ വരെ പണാധിപത്യം കൊണ്ട് കീഴടക്കി നേരെ BJP ആക്കുന്നതും ഏകപക്ഷികമായി തെരഞ്ഞെടുപ്പ് അവകാശത്തെ വരെ അട്ടിമറിച്ചുകൊണ്ട് ജയിക്കുന്നതും നാം കാണുകയാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട്, വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് കഴിയും. അത് അടുത്ത കാലത്ത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പാർലമെന്റിനകത്തും പുറത്തായാലും ഞങ്ങൾ നിരന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് നിങ്ങൾ പിന്തുണ നൽകണം എന്നതാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് ഇടതുപക്ഷം അഭ്യർത്ഥിക്കുന്നത്. ശരി, ശ്രീ കെ ശബരിനാഥൻ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 നടന്നപ്പോൾ കേരളത്തിൽ അതൊരു വേവ് ഇലക്ഷൻ ആയിരുന്നു. ഒരു തരംഗമുണ്ടാവാനുള്ള സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം അന്നുണ്ടായിരുന്നു. ശബരിമല വിഷയം കത്തി നിന്നിരുന്ന സമയമായിരുന്നു. കോൺഗ്രസ് ഹിന്ദി ബെൽറ്റിലെ 3 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ 3 മാസം മുൻപ് വിജയിച്ച് ദേശീയ തലത്തിലൊരു സർക്കാർ ഉണ്ടാക്കുമെന്ന പ്രതീതി ഉണ്ടാക്കിയ സമയമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ കേരള എൻട്രിയുടെ സമയമായിരുന്നു. അതുകൊണ്ടൊരു വേവിന് പെർഫെക്റ്റ് ആയ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു അന്ന്. എങ്കിൽ ഇന്ന് അങ്ങനെ ഉപരിതലത്തിൽ അത്തരത്തിലുള്ള തരംഗങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സെൻട്രൽ തീമായി നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്താണ്? അഭിലാഷി പറഞ്ഞ 3 വേവുകൾ
ഇലക്ഷൻ എണ്ണി കോൺഗ്രസിന് UDF-ന് 19 സീറ്റ് ലഭിക്കുന്നത് വരെ ഒരു ചാനലിലും ഒരു പത്രത്തിലും ഒരു UDF അനുകൂല വേവ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ല. ഇലക്ഷന് ശേഷം പിന്നെ വന്ന ഇടതുപക്ഷത്തിന്റെയൊക്കെ ഒരു വാക്കുപയോഗിക്കുകയാണെങ്കിൽ പോസ്റ്റ് ട്രൂത്തായിട്ടാണ് നിങ്ങളെല്ലാവരും പിന്നെ വേവിനെ കുറിച്ച് സംസാരിച്ചത്. ഇത്തവണയും നിശബ്ദമായിട്ട് കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും എതിരെയുള്ള ഒരു വലിയ ഈർഷ്യ ജനങ്ങളുടെ മനസ്സിലുണ്ട്. വലിയ രീതിയിലുള്ള ആന്റി ഇൻകംബൻസി കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും എതിരെ കേരളത്തിലുണ്ട്. അത് കേരളത്തിൽ നമ്മൾ വീടുകളിൽ ചെന്ന് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാമത്തെ വെർഷൻ അത് തികച്ചും ജനവിരുദ്ധമാണെന്ന് നല്ല ഇടതുപക്ഷക്കാർ പോലും പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ 10 വർഷം കൂടി ഒന്നും നൽകിയിട്ടില്ല. അതുമാത്രമല്ല, അവരുടെ ഡിവൈസീവായിട്ടുള്ള തികച്ചും വർഗീയമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കുന്ന നിയമങ്ങളിലേക്ക് പോകുന്നതിനെതിരെയും കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ഒരു ദേഷ്യമുണ്ട്. അപ്പോൾ ഈ രണ്ട് സർക്കാരുകൾക്കെതിരെ പ്രവർത്തിക്കണമെങ്കിൽ, ഇന്ത്യയെ വീണ്ടെടുക്കണമെങ്കിൽ, നേരത്തെ ഞാൻ സമയപരിമിതി മൂലം ശ്രീ കെ അരുൺകുമാർ പറഞ്ഞ എല്ലാ വിഷയങ്ങളും തിരികെ വീണ്ടെടുക്കണമെങ്കിൽ, ഇന്ത്യയെ വീണ്ടെടുക്കണമെങ്കിൽ, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെങ്കിൽ ആ ഒരു വോട്ട് കോൺഗ്രസ് നൽകിയിട്ടേ കാര്യമുള്ളൂ എന്ന് മലയാളികൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇടതുപക്ഷത്തിന് കൊടുക്കുന്ന ഓരോ വോട്ടും കോൺഗ്രസിന്റെ സീറ്റ് കുറയ്ക്കാനുള്ള, പ്രത്യക്ഷമായി പറയുകയാണെങ്കിൽ BJPയെ സഹായിക്കാനുള്ള വോട്ടായി മാറുമ്പോൾ ഇവിടെ കോൺഗ്രസിന് നേരിട്ട് നൽകുന്ന ഒരു വോട്ടാണ് ഇന്ത്യയെ വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരു വോട്ട് എന്നുള്ള വിഷയത്തിലാണ് നിൽക്കുന്നത്. ഇനി ഏതൊക്കെ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ നേരിടുന്നത്? കോൺഗ്രസ് വളരെ ക്ലിയർ ആണ്. ഇവിടെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന കഴിഞ്ഞ 75 വർഷമായി സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ കോൺഗ്രസിന് നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ തന്നെയാണ് ഇന്ത്യ എന്നുള്ള രാജ്യം. പക്ഷെ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് തികച്ചും മതത്തിന്റെ പേരിൽ അസമത്വം ഉണ്ടാക്കിക്കൊണ്ട് ശതകോടീശ്വരന്മാരെ വളർത്തുന്ന ഈ സർക്കാരിനെതിരെ എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന, പണമുള്ളവന് പണം ഉണ്ടാക്കാനും എന്നാൽ പിന്നിൽ നിൽക്കുന്നവനെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുന്ന ഒരു രാഷ്ട്രീയം, എല്ലാ മതങ്ങളെയും ഒരുമിച്ച് താലോലിക്കാനുള്ള ഭരണഘടന നൽകുന്ന ഒരു സ്വാതന്ത്ര്യം കൊണ്ടുവരാനുള്ള ഒരു സർക്കാർ, അതോടൊപ്പം ഇന്ത്യയെ തകർന്നിരിക്കുന്ന ഇന്ത്യയുടെ കാർഷിക മേഖലയും പിന്നോക്കക്കാരെയും മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം, സംസ്ഥാനങ്ങൾ കൂടുതൽ ശക്തമായി പ്രവർത്തനം കഴിക്കുന്ന ഒരു സാഹചര്യം, സ്ത്രീകൾക്കും അബലർക്കും വേണ്ടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഇതിനുള്ള സാമ്പത്തിക വളർച്ച, കഴിഞ്ഞ 20 വർഷമായി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ച ഏറ്റവും അടിസ്ഥാന വർഗത്തിലുള്ള പാവപ്പെട്ടവരുടെ കിട്ടുന്ന ഒരു പെർക്കലേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഇലക്ഷൻ തന്ത്രത്തിൽ വോട്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ 19 ആയിരുന്നെങ്കിൽ 20-20 കോൺഗ്രസിനും UDF-നും ലഭിക്കും എന്നാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. ശരി, എനിക്ക് ആ ചോദ്യം അരുൺകുമാറിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ ശബരിനാഥ്, താങ്കൾ പറഞ്ഞ ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടല്ലോ, അത് ഇത്തവണ UDF-നും ബാധകമാകാൻ ഇടയില്ല. കാരണം 15 മണ്ഡലങ്ങളിലെങ്കിലും അതേ MP-മാർ തന്നെയാണ് മത്സരിക്കുന്നത്. തൃശ്ശൂർ, വടകര പോലെയുള്ള ചില മണ്ഡലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഒന്ന് സിറ്റിംഗ് MP-മാർ വീണ്ടും മത്സരിക്കുന്നു എന്ന് മാത്രമല്ല, 3 മണ്ഡലങ്ങളിൽ, കോഴിക്കോട്, മാവേലിക്കര, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ ആ മണ്ഡലം രൂപം കൊണ്ടത് മുതൽ 2009 മുതൽ ഒരേ MP-മാരാണ്. അവർ 4ാമത്തെ ടേം തേടുകയാണ്. തിരുവനന്തപുരത്തും അതെ, 4 മണ്ഡലങ്ങളിൽ. അപ്പോൾ കുറെ കാലമായി ഒരേ MP-യെ കണ്ട ആളുകൾക്ക് മുമ്പിൽ അവിടെ ഫ്രഷ് ആയിട്ട് വേറെ ഓപ്ഷൻസ് വരുന്നു എന്നുള്ള നിലയിൽ നോക്കിയാൽ ആന്റി ഇൻകംബൻസി നിങ്ങൾ നേരിടുന്നില്ലേ? ഇല്ല, ഒരിക്കലുമില്ല അഭിലാഷ്. ഞാൻ ഈ ഇലക്ഷനിൽ പറഞ്ഞ 4 മണ്ഡലങ്ങളിലും പോയ ഒരാളാണ്. ഈ 4 മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തെക്കാളും മികച്ച ഭൂരിപക്ഷത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥികൾ ഡോക്ടർ ശശി തരൂർ, ശ്രീ ആന്റോ ആന്റണി, രാഘവേട്ടൻ, അതോടൊപ്പം നിങ്ങൾ 4ാമത് പറഞ്ഞ മണ്ഡലം കൂടി മാവേലിക്കര, കൊടുക്കുന്നതിനടക്കമുള്ളവർ വിജയിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആന്റി ഇൻകംബൻസി എന്ന് പറയുമ്പോൾ നമ്മൾ വീടുകളിൽ ചെന്ന് ആളുകളോട് സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നൊരു ചോദ്യമുണ്ട്. ഒന്ന്, ഈ ഒരു ഇന്ത്യയുടെ സിനാരിയോയിൽ വെറും 30 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഭരിക്കാൻ തന്നെ കഴിയുകയില്ല. പക്ഷേ BJP-യുമായി നേരിട്ട് പോരാടുന്ന കോൺഗ്രസിന് വോട്ട് ചെയ്താൽ മാത്രമേ നരേന്ദ്രമോദി ഇറക്കാൻ കഴിയുന്നുള്ള ഒരു യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നെ രണ്ടാമത്, ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ സാമ്പത്തിക തളർച്ച ഉണ്ടാക്കിയ, അഴിമതി ഉണ്ടാക്കുന്ന, സ്വജനപക്ഷപാതം നടത്തുന്ന, ഇവിടെ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത, ഇവിടെ സ്കൂളുകൾ ഉച്ചക്കഞ്ഞിയുടെ ഭക്ഷണത്തിന്റെ പണം പോലും ഇന്ന് സാറുമാർ കൊടുക്കുന്ന അവസ്ഥയിലാക്കിയ, ഇവിടെ ആശുപത്രിയിൽ മരുന്നില്ലാതാക്കിയ ഒരു സർക്കാരിനെതിരെ എന്തിന് വോട്ട് ചെയ്യണം ജനങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു റെഫറൻഡവും, നിങ്ങൾ പറഞ്ഞ പോലെ കേരള സർക്കാരിനെതിരെ റെഫറൻഡവും, അതോടൊപ്പം ഞാൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ തന്നെ പ്രതിപക്ഷത്തിനുള്ള ഒരു റെഫറൻഡം കൂടിയായിരിക്കും ഈ ഒരു ഇലക്ഷന്റെ വോട്ട്. ശരി, ശ്രീ കെ അരുൺകുമാർ, നിങ്ങൾ ഈ മൊത്തം ഇലക്ഷനെ പൗരത്വ നിയമ ഭേദഗതി, ഇന്ത്യയെ സംരക്ഷിക്കാൻ ഇടതുപക്ഷം എന്ന ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോയി കെട്ടുമ്പോൾ, നമുക്ക് ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദേശീയ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ മുഖ്യ പങ്കാളിത്തം വഹിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്ന് പറയാമെങ്കിലും ജനത്തെ സംബന്ധിച്ച് അവന്റെ ജീവിത സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ കിട്ടുന്ന ആദ്യത്തെയും അവസാനത്തെയും അവസരം തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 3 വർഷത്തോളമായി ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്ത്
നോക്കൂ, ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവുന്നു, ക്ഷേമനിധി പെൻഷനുകൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവുന്നു, വെൽഫെയർ സ്കീമുകൾ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു, അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു, സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുന്നു. മൊത്തത്തിലൊരു ഗ്ലൂം ഇവിടെ ഉണ്ട് എന്നിരിക്കെ ജനങ്ങൾക്ക് ഇതാണ് എന്റെ അഭിപ്രായം എന്ന് പറയാൻ കൈനീട്ടി ഒരു ഓപ്ഷൻ കിട്ടുകയാണ്. അപ്പൊ അതൊരിക്കലും ഉണ്ടാവില്ല. ഞങ്ങളിപ്പോ ഇന്ത്യയെ വീണ്ടെടുക്കുമെന്ന ഒറ്റ കാര്യത്തിലേക്ക് മാത്രം ചുരുങ്ങുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കും. രാജ്യത്ത് എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണല്ലോ രാജ്യം. അതേപോലെ തന്നെ ഈ എംപിമാർ കഴിഞ്ഞ 5 വർഷം തങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി വിലയിരുത്തപ്പെടും. കാരണം ഒരു രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പെടും. നമുക്കറിയാം, ഈ രാജ്യം നിലനിൽക്കണമോ എന്ന ഗൗരവമായ ചോദ്യം ചർച്ച ചെയ്യുമ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെല്ലാം ഇന്ത്യ എന്ന ഒരു മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ രാജ്യത്തെ തകർക്കുന്ന തരത്തിൽ തന്നെയാണ്. ഇപ്പൊ 2 ദിവസമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരെ ഓടിച്ച് തല്ലി കൊല്ലണം എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന രൂപത്തിലുള്ള വാചകങ്ങൾ തന്നെയാണ്. സ്ത്രീകളോട് നിങ്ങളുടെ കെട്ടുതാലി വരെ ഇവർ വീതം വെച്ചെടുക്കും, നിങ്ങളുടെ സ്വർണ്ണ പണ്ടങ്ങളെല്ലാം വീതം വെച്ച് കൊണ്ടുപോകും എന്ന് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രിക്ക് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പറയാൻ കഴിയുമോ? അത്തരത്തിൽ അങ്ങേയറ്റം എല്ലാ സീമകളും ലംഘിച്ച് തെരഞ്ഞെടുപ്പ് അഴിമതി, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്സിന്റെ വകുപ്പുകളെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് കണ്ടിട്ടും ഇലക്ഷൻ കമ്മീഷൻ കമാ എന്നൊരക്ഷരം ഉരിയാടുന്നില്ല. സുപ്രീം കോടതിയെ സമീപിക്കുമ്പോഴും വലിയ വിധിന്യായം ഒന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, എംപിമാരുടെ പ്രവർത്തനം, കഴിഞ്ഞ പാർലമെന്റിൽ കഴിഞ്ഞ 5 വർഷമായി നടത്തിയ ഇടപെടൽ, അവരുടെ ഫണ്ട് വിനിയോഗം, അതിൽ വ്യക്തിപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, സമൂഹത്തിന്റെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം ചർച്ചയാകും. അതുപോലെ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 വർഷത്തെ അല്ല, കഴിഞ്ഞ 8 വർഷത്തെ കാര്യങ്ങൾ ചർച്ചയാകും. കാരണം പ്രതിസന്ധി ഘട്ടങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, ഇപ്പൊ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞു. ആ പെൻഷൻ ഈ ഗവൺമെന്റ് വരുമ്പോൾ എത്രയായിരുന്നു, ഇപ്പോൾ എത്രയാണ്? ഈ 8 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള വർധനവ്, ഈ വിതരണത്തിൽ കാലതാമസം വരാനുണ്ടായിട്ടുള്ള കാരണം, അത് എത്ര തവണ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി? പിണറായി വിജയൻ 2.0 വരുന്ന സമയത്ത് പെൻഷൻ 1600, ഇപ്പോഴും 1600. അതെ, ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇല്ല, ഈ ഗവൺമെന്റ് 1ാം പിണറായി സർക്കാർ വരുമ്പോൾ 600-ൽ നിന്നാണ് 1600 മാറിയത്. 1000 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്താലും കേരളത്തിലെ ജനതയ്ക്ക്, രാജ്യത്തെ ജനതയ്ക്ക് ഇടതുപക്ഷം നടത്തിയ ഇടപെടലുകൾ അവരുടെ മനസ്സിലുണ്ട്. കാരണം ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? സുപ്രീം കോടതി പോയി നിയമ പോരാട്ടം നടത്തുമ്പോഴും എല്ലാവരും ചോദിച്ചല്ലോ, എങ്ങനെ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ കഴിയും? ഏറ്റവും ആദ്യം സുപ്രീം കോടതി പറഞ്ഞത് 16,310 കോടി രൂപ കേരളത്തിന് അർഹതപ്പെട്ടതാണ്, കൊടുക്കണമെന്നാ പറഞ്ഞേ. അന്ന് വരെ പ്രതിപക്ഷം പറഞ്ഞത് ഒരൊറ്റ പൈസ പോലും കടമെടുക്കാനുള്ള ഒരു അവസ്ഥയില്ല, അനുവദിക്കില്ല എന്നാ. അപ്പോ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ പറഞ്ഞു, അത് കിട്ടാനുള്ളതല്ലേ, കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചപ്പോഴും ബില്ലുകൾ ഒപ്പിടാതെ വന്നപ്പോഴും അങ്ങനെ സുപ്രീം കോടതി പോകാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പ്രതിസന്ധി ഘട്ടങ്ങൾ നിരവധി ഉണ്ടാകുമ്പോഴും അതിനെ അതിജീവിക്കാനുള്ള മനസ്സ്, അതിനുള്ള പോരാട്ട വീറ്, ഡൽഹിയിൽ പോയി സമരം നടത്താൻ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഗവൺമെന്റിന് ധൈര്യം വന്നോ? ആ ധൈര്യം വന്നല്ലോ. ഈ കേരളത്തിലെ ഗവൺമെന്റിന് ധൈര്യം വന്നേ. ആ പ്രഖ്യാപനം വന്നപ്പോഴല്ലേ കർണാടകം പോയി അതിന് തയ്യാറായത്. ഇപ്പൊ കേരളം നിയമ പോരാട്ടം നടത്തിയപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളും നിയമ പോരാട്ടം നടത്തുകയല്ലേ. ജനങ്ങൾ ഇതിനെ വാച്ച് ചെയ്യുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം ഈ സംസ്ഥാനത്തെ ജനങ്ങളോടൊപ്പം നിന്നതാരാണ്? ഈ സംസ്ഥാനത്തെ ഉറ്റിക്കൊടുത്തത് ആരാണ്? പ്രസ്താവന കൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും ഈ കേരളത്തിന്റെ ഒപ്പം നിൽക്കാത്തവരാരൊക്കെയാണ്? അത് ചർച്ച ചെയ്യും. എംപിമാരുടെ യോഗം വിളിച്ച് എല്ലാത്തിനും ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോയി നിവേദനം കൊടുക്കുന്ന സമയത്ത് വരെ ഓടി ഒളിച്ചവർ ആരൊക്കെ? ഇന്ത്യൻ പാർലമെന്റിൽ ഈ കേരളത്തിന് വേണ്ടി ഒരു തവണയെങ്കിലും ശബ്ദമുയർത്തിയവർ ആരൊക്കെ? അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമ്പോൾ ഇടതുപക്ഷത്തിന് ഗംഭീരമായിട്ടുള്ള മുൻതൂക്കവും വിജയവും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത്തരത്തിൽ ഉള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ശരി, ഓക്കെ. ശ്രീ ശബരിനാഥ്, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ മണ്ഡലങ്ങളിൽ ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന സംവാദങ്ങൾ നടത്തിയപ്പോൾ അവിടെ നിങ്ങൾക്കെതിരായി ഉയർന്ന വിമർശനങ്ങൾ, ഒന്ന്, പൗരത്വ ഭേദഗതി നിയമത്തിൽ വളരെ ശക്തമായ നിലപാട് എടുക്കുന്നില്ല, മാനിഫെസ്റ്റോയിൽ അതേക്കുറിച്ച് മെൻഷനില്ല, അവസാന നിമിഷം മാനിഫെസ്റ്റോയിൽ നീളം കൂടുമെന്ന് പറഞ്ഞത് ഒഴിവാക്കി, ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കുന്നു തുടങ്ങി ബദലാകാൻ കഴിയുന്നില്ല BJPക്ക്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആയി മാറുന്നു. MP മാരും MLA മാരും മുൻ മുഖ്യമന്ത്രിമാരും മക്കളും ഒക്കെ കൂടുവിടുന്നു.
അങ്ങനെ ആ തരത്തിൽ BJP-യുടെ ഭാവിയിലെ BJP-കാരായി മാറുന്നു തുടങ്ങിയ വിഷയങ്ങളാണ്. അപ്പോൾ ഇത്തരം ദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് നിങ്ങളെക്കാൾ കൂടുതൽ വെയിറ്റേജ് CPM-നാണോ? ഇല്ല, അതിലേക്ക് ഞാൻ വരാം അഭിലാഷ്. പക്ഷെ അതിനു മുമ്പ് അരുൺ പറഞ്ഞ പോലെ ഇവിടുത്തെ MP-മാരൊന്നും വാ തുറന്നില്ല എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള പൊള്ളത്തരമാണ്. ഇവിടെയുള്ള കോൺഗ്രസിന്റെ UDF-ന്റെ എല്ലാ MP-മാരും അവരുടെ പ്രദേശങ്ങളിലെ വിഷയങ്ങൾക്ക് വേണ്ടി എത്രമാത്രം പോരാടിയത് നിങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോയാൽ, യൂട്യൂബിൽ പോയാൽ, പാർലമെന്റ് വെബ്സൈറ്റിൽ പോയാൽ കാണാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മുടെ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവിടുത്തെ ഈ ബഫർ സോൺ അടക്കമുള്ള വിഷയം, അവിടുത്തെ കാട്ടാന അടക്കമുള്ള വന്യജീവി ആക്രമണം. എത്രയോ തവണ ഡീൻ കുര്യാക്കോസ് എന്ന് പറഞ്ഞ ഒരു യുവ MP പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും എത്രയോ തവണ അതിനുവേണ്ടി സമരങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കോഴിക്കോടത്തെ MP രാഘവേട്ടനാണെങ്കിലും, അല്ലെങ്കിൽ ശ്രീ ഉണ്ണിത്താനാണെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശ്രീ ആന്റോ ആന്റണി ആണെങ്കിലും, ശ്രീ പ്രേമേന്ദ്രനാണെങ്കിലും, ഡോക്ടർ തരൂർ ആണെങ്കിലും, ശ്രീ KC വേണുഗോപാൽ ആണെങ്കിലും, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ആക്റ്റീവായിട്ടുള്ള MP-മാർ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. ശ്രീ T മുഹമ്മദ് ബഷീർ അടക്കം, ശ്രീ സമദാനി അടക്കം ഉള്ള എല്ലാ MP-മാർ, രമ്യ ഹരിദാസ് അടക്കമുള്ള ആളുകൾ, ശ്രീ കുർറേസ് അടക്കം എന്തുമാത്രം ആക്റ്റീവായിട്ടുള്ള, ഹൈബിയെ പോലത്തെ അരുൺകുമാറിന്റെ MP കൂടിയാണ് ശ്രീ ഹൈബി, എന്തുമാത്രം ആക്റ്റീവായിട്ടുള്ള പൊതുമണ്ഡലങ്ങളിൽ ആക്റ്റീവായിട്ടുള്ള MP-മാരാണ്. ആ MP-മാർ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഫ്രഷ് ആണ്. അതുകൊണ്ട് അതിൽ ആന്റി ഇൻകംബൻസി ഇല്ല, അതിൽ 100% ഉറപ്പായിട്ട് പറഞ്ഞു. ഇനി രണ്ടാമത്തെ അഭിലാഷ് പറഞ്ഞ പോയിന്റ് CPM ഒരു നിർമ്മിതിയാണ്. ഇവിടെ BJP ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തതിനാണ് രാഹുൽ ഗാന്ധിയാണ്, കോൺഗ്രസിനാണ്. ഒന്നാം ഇലക്ഷൻ ഘട്ടത്തിൽ കോൺഗ്രസിന് മേൽക്കൈയുണ്ട്, ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈയുണ്ട്, BJP-യുടെ അടിതെറ്റു എന്ന് മനസ്സിലായപ്പോൾ അവർ നേരിട്ട് മോദി അറ്റാക്ക് ചെയ്തത് CPM-നെ പിണറായി വിജയനുമാണോ രാഹുൽ ഗാന്ധിയാണോ? ഇവിടെ കോൺഗ്രസിനെതിരെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള, ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത, വയ്യാതെ വീട്ടിലിരിക്കുന്ന ശ്രീ മൻമോഹൻ സിംഗിന്റെ പേര് വരെ കള്ളങ്ങൾ മോദി പറഞ്ഞില്ലേ? അപ്പോൾ നരേന്ദ്രമോദി ഭയക്കുന്നത് കോൺഗ്രസിനെയാണ്, നരേന്ദ്രമോദി ഭയക്കുന്നത് കോൺഗ്രസ് നിലപാടുകളെയാണ്. നരേന്ദ്രമോദിക്ക് അറിയാൻ തന്നെ ഇറക്കാൻ പറ്റുന്നത് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും രാഹുൽ ഗാന്ധിക്കും മാത്രമാണെന്നാണ്. അപ്പോൾ നരേന്ദ്രമോദി എങ്ങനെയാണോ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്നത്, അതിന്റെ മറ്റൊരു വെർഷനായിട്ട് കേരളത്തിൽ പിണറായി വിജയനും അരുൺകുമാർ അടക്കമുള്ള ആളുകൾ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്നു. പൗരത്വ വിഷയത്തിൽ നിലപാടെടുത്തിട്ടുള്ളത് കോൺഗ്രസ് ആണ്. ആദ്യം പിണറായി വിജയൻ എന്താണ് പറഞ്ഞത്? ഇവിടെ കോൺഗ്രസ് MP-മാർ മിണ്ടിയില്ല, ശബ്ദിച്ചില്ല, വോട്ട് ചെയ്തില്ല, നമ്മൾ അത് പൊളിച്ചു കൊടുത്തു. പിന്നീട് പറയുകയാണ് ഈ വിഷയത്തിൽ ഭരണഘടന. നിങ്ങൾ മനസ്സിലാക്കേണ്ട ശ്രീ ഖാർഗെ അടക്കം, പ്രിയങ്ക ഗാന്ധി അടക്കം, രാഹുൽ ഗാന്ധി അടക്കം, ചിദംബരം അടക്കം, കഴിഞ്ഞ ഇലക്ഷന് DK ശിവകുമാർ അടക്കം വന്ന എല്ലാ നേതാക്കളും ഈ വിഷയത്തിൽ കോൺഗ്രസ് പൗരത്വ ഭേദഗതി വിഷയത്തിൽ ആ ബില്ല് റദ്ദാക്കും, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഇന്ത്യയുടെ ആർട്ടിക്കിൾ 13, 14, 19, 32 എല്ലാത്തിനും എതിരെയുള്ള എല്ലാ നിയമങ്ങളും റദ്ദാക്കുമെന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ട് പോലും നിങ്ങളത് സമ്മതിക്കുന്നില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് BJP-ക്കും CPM-നും ഇവിടെ കോൺഗ്രസിന് ഭയമാണ്. നിങ്ങളൊന്ന് കാണേണ്ടി, നിങ്ങൾ മറ്റൊരു ചാനലിൽ ശ്രീ നികേഷ് കുമാറിന്റെ റിപ്പോർട്ടർ ചാനലിൽ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഇത് വേറെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെങ്കിൽ ഇന്നിവിടെ വിവാദം ഉണ്ടായതിനെ ഇവിടെ പത്രക്കാരുടെ യൂണിയൻ അടക്കം സമരം ചെയ്തേനെ. ചെറ്റത്തരം എന്നുള്ള വാക്കാണ്. അദ്ദേഹത്തിന്റെ ഭരണം മോശമാണോ എന്ന് ചോദിച്ചൊരു മാധ്യമപ്രവർത്തകനോട് നിങ്ങളെപ്പോലത്തെ പത്രക്കാര്, അതിനുശേഷം അഭിലാഷ് മോഹനെ മാതൃഭൂമി ഉൾപ്പെടുത്തി കൂടിയായിരിക്കും, കാണിക്കുന്ന ചെറ്റത്തരത്തിന് മറുപടി പറയാൻ പറ്റത്തില്ല എന്ന് കേരളത്തിന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ PV അൻവറിന്റെ PV പിണറായി വിജയൻ ഏകദേശം ആ ലെവലിലേക്ക് പോവാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്ര നികൃഷ്ടമായിട്ടുള്ള വാക്ക് മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും ചേർത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിച്ചിട്ടും PV അൻവറിന്റെ ലെവലിലേക്ക് PV എന്ന പിണറായി വിജയൻ പോയിട്ട് പോലും ഇന്ന് ആർക്കും അതിനെതിരെ പ്രതികരിക്കാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോദി എങ്ങനെയാണോ പത്രക്കാരെ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളുകളെ എങ്ങനെയാണോ മുഖന്തിരിക്കുന്നത്, അതേപോലെ തന്നെ പിണറായി വിജയനും ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെതിരെയൊക്കെയുള്ള ഒരു ജനവികാരം കൂടി ഉണ്ടാകും. ഇവിടെ ഗ്രൗണ്ട് കോൺഗ്രസിന് അനുകൂലമാണ്, നമ്മുടെ പ്രവർത്തകർ UDF-ന് അനുകൂലമാണ്, പ്രവർത്തകർ അനുകൂലമാണ്. കഷ്ടപ്പെട്ടുകൊണ്ട് പണമില്ലാഞ്ഞിട്ട് പോലും കോൺഗ്രസ് പ്രവർത്തകർ താഴെ തട്ടിൽ ഇറങ്ങുന്നുണ്ട്. അതിന്റെ ഗുണം ഇലക്ഷന് 2020 നമുക്കുണ്ടാകും. ശരി, ഓക്കെ. ശ്രീ ശങ്കുട്ടി ദാസ്, പരമ്പരാഗതമായി കേരളത്തിലെ രാഷ്ട്രീയം ബൈപോളറാണ്. ശരിക്കും ഇവിടെ കുറെ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടെങ്കിലും ആ കക്ഷികൾ രണ്ട് മുന്നണികളായി, രണ്ട് ധ്രുവങ്ങളിലായി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഇരുധ്രുവ രാഷ്ട്രീയത്തിനാണ് പ്രസക്തി. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 31,61,922 വോട്ടുകൾ, 15.53% വോട്ടുകൾ BJP നേടി ഒരു പ്രസൻസ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിറകോട്ട് പോയി. ഈ തവണ ഈ ഇരുധ്രുവ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 6-7 മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരം, ഒരു ഫൈറ്റ് കൊടുക്കാൻ BJP-ക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഇത്തവണ 20 മണ്ഡലങ്ങളിലും വലിയ ബാറ്റിൽ കാഴ്ചവെക്കാൻ BJP-ക്ക് ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുന്നിൽ നടന്നിട്ടുള്ള സംഭവമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയം പരമ്പരാഗതമായി ബൈപോൾ ആയിരുന്ന സമയത്ത് കേരളത്തിലെ 2 പാർട്ടികളും ദേശീയ പാർട്ടികളായിരുന്നു എന്ന കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ രാജ്യം ഭരിക്കേണ്ട പാർട്ടിയെ തെരഞ്ഞെടുക്കേണ്ട പാർലമെന്ററി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും 2 ദേശീയ പാർട്ടികൾക്കിടയിൽ നിന്ന് തെരഞ്ഞെടുക്കാനുള്ള അവസരം മലയാളികൾക്ക് മുന്നേ ഉണ്ടായിരുന്നു.
എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ രണ്ട് പ്രബല മുന്നണികളും ദേശീയ സാഹചര്യത്തിൽ അപ്രസക്തരായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം ഭരിക്കാൻ ആര് എന്ന ചോദ്യത്തിന് ഈ രണ്ട് ഓപ്ഷനിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം മലയാളികൾക്ക് ഇന്നില്ല. അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ രാജ്യം ഭരിക്കാൻ കഴിഞ്ഞ 10 വർഷം രാജ്യം ഭരിച്ച രാജ്യം എങ്ങനെ ഭരിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്നിട്ടുള്ള ജനക്ഷേമ പദ്ധതികൾ, ജനോപകാര പദ്ധതികൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികളൊക്കെ ആളുകളുടെ ഡോർ സ്റ്റെപ്പിൽ എത്തിച്ചിട്ടുള്ള, ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ആനുകൂല്യം എത്തിച്ചിട്ടുള്ള, രാജ്യത്തിന്റെ മുഖച്ഛായയും പ്രതിച്ഛായയും മാറ്റിമറിച്ചിട്ടുള്ള ഒരു പുതിയ സർക്കാർ ഇന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ഓപ്ഷനായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ ചരിത്രപരമായിട്ടുള്ള വോട്ടിംഗ് ശൈലിയൊന്നുമല്ല ഇത്തവണ മലയാളിയെ സ്വാധീനിക്കുക. ഇത്തവണ കേരളത്തിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു വികാരമുണ്ട്. 2009 ശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് BJPയുടെ വോട്ട് ഷെയർ എല്ലാ തെരഞ്ഞെടുപ്പിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. 2014 വളരെ വലിയ തോതിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നു. 2021 നിങ്ങൾ പറഞ്ഞിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ്. കാരണം 2 നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. നോമിനേഷൻ പേപ്പേഴ്സ് തള്ളിപ്പോയതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 50,000-നടുത്ത് വോട്ട് BJPക്ക് അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു. പിന്നീട് ഘടകകക്ഷികളെ പരീക്ഷിച്ചിട്ടുള്ള മുന്നണി സമവാക്യത്തിൽ BJP മത്സരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും ഘടകകക്ഷികളുടെ പാർട്ടികളാണ് മത്സരിച്ചത്. അവിടെയൊന്നും BJPക്ക് കിട്ടുന്ന വോട്ടുകൾ ഈ പറയുന്ന മുന്നണിയിലെ പല കക്ഷികൾക്കും നേടാൻ സാധിച്ചില്ല എന്നതൊക്കെയാണ് ആകെ മൊത്തത്തിൽ എടുക്കുമ്പോൾ സാങ്കേതികമായിട്ട് BJPയുടെ വോട്ട് കുറഞ്ഞു എന്ന് പറയാൻ നമുക്ക് സാധിക്കുക. എന്നാൽ ഈ 2020 വരെ നടന്ന, ഒരു വർഷം മുമ്പ് വരെ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് റെക്കോർഡ് വോട്ടാണ് 17.01%. കേരളത്തിൽ BJPക്ക് ഇന്നുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. അപ്പൊ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ആ അന്തരീക്ഷത്തിന്റെ ശക്തി കൂടുതൽ വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നിട്ടുള്ളത്. BJPക്ക് ഇത്തവണ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ 6-7 മണ്ഡലങ്ങളിൽ ജയസാധ്യത പോലും പ്രവചിക്കപ്പെടുന്ന തരത്തിൽ വലിയ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടുള്ള മത്സരമാണ്. എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള മത്സരമാണ്. പല അത്ഭുതങ്ങളും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുമെന്നാണ് ഞങ്ങൾ എല്ലാവരും കണക്കുകൂട്ടുന്നത്. കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങുന്നില്ലേ എന്ന് ചോദിച്ച ആളുകളുടെയൊക്കെ വായടപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഇത്തവണ ഒരു ബ്രാഞ്ച് തന്നെ തുടങ്ങാനുള്ള പദ്ധതിയിലാണ് BJP. ശരി, അക്കൗണ്ട് അല്ല ബ്രാഞ്ചാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ് BJPയുടെ ക്ലെയിം. ഷാരുൺകുമാർ കേൾക്കാമോ? ഓക്കെ. അപ്പോ ഞാൻ നേരത്തെ ശബരിനാഥനോട് ചോദിച്ചതുപോലെ ഞങ്ങള് ഈ ഇലക്ഷൻ സംവാദ പരിപാടികൾക്കും മറ്റുമൊക്കെ നാട്ടിൽ പോകുമ്പോൾ സാധാരണ ജനങ്ങളുടെ അഭിപ്രായം എന്നുള്ള നിലയിൽ കുറേയധികം അഭിപ്രായങ്ങൾ, ചോദ്യങ്ങൾ നിങ്ങളോടായി ഉയർന്ന കുറേയധികം ചോദ്യങ്ങളുണ്ട്. അതില് ഞാൻ നേരത്തെ ചോദിച്ച ജനക്ഷേമ പദ്ധതികൾ, സർക്കാരിന്റെ സഹായം കിട്ടായ്മ തുടങ്ങിയ വിഷയങ്ങൾ പോലെ തന്നെ ഈ ബോംബ് സ്ഫോടനം പാനൂര് ഈ ഇലക്ഷൻ കാലത്ത് സംഭവിച്ചാണ്. സിദ്ധാർത്ഥ് എന്ന കുട്ടി വളരെ ദാരുണമായി വയനാട്ടിൽ കൊല്ലപ്പെട്ടത്, നവകേരള യാത്രക്കിടെ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ, ഇങ്ങനെ സർക്കാരിനോടും ഭരണമുന്നണിയോടും വിപ്രതിപത്തി തോന്നാവുന്ന പലയധികം കാരണങ്ങളുണ്ട്. സർക്കാർ അത്ര ജനകീയമല്ല എന്ന നിലയിലുള്ള ഒരു തോട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിന് പറ്റിയ ടെംപ്ലേറ്റ് ആണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ. ഇവിടെ നേരത്തെ ശബരി ഇന്നത്തെ ഒരു ഇന്റർവ്യൂവിനെ കോട്ട് ചെയ്ത് അടക്കം സൂചിപ്പിച്ചു. അതൊരു സ്പെസിഫിൻ മാത്രമാണ്. പൊതുവെ ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കാറ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ സർക്കാരിന്റെ വിലയിരുത്തലാവും ഈ തെരഞ്ഞെടുപ്പ്, ഞങ്ങളെ കൂടി വിലയിരുത്തുന്നതാവും തെരഞ്ഞെടുപ്പ് എന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ബഹുമാനപ്പെട്ട ശബരിനാഥനോട് അങ്ങ് ചോദിച്ചു, പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന നിരവധി വിഷയങ്ങളിൽ കോൺഗ്രസ് അതാത് സമയത്ത് നിലപാട് സ്വീകരിക്കാത്തതിന്റെ ഗൗരവമായ പ്രശ്നം ഉണ്ടാകുകയും അത് BJPക്ക് ഗുണപ്രദമാകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പ്രാണപ്രതിഷ്ഠ നടത്തി ജനുവരി മാസം 22-ാം തീയതി. ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ ആ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രം ചർച്ചാ വിഷയമാക്കാനാണ് BJP ഉദ്ദേശിച്ചത്. ഈ രാഷ്ട്രത്തിന് മതമില്ല, ഭരണാധികാരികൾക്ക് മതപരമായ ചായ്വ് പാടില്ല, ഞങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ആദ്യം CPM പറഞ്ഞു. 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് കോൺഗ്രസ് ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. അതിനിടയിൽ രാജ്യത്ത് എത്ര നെഗറ്റീവായിട്ടുള്ള ചർച്ച കോൺഗ്രസിനെതിരെ ഉയർന്നു വന്നു. അതേപോലെയാണ് ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ആണല്ലോ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ആധികാരികമായ രേഖ. വരുന്ന 5 വർഷം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നതാണ് എന്ന് ചങ്കുറ്റത്തോടെ ഏതു പാർട്ടിക്കും പറയാം. എന്തുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമെന്ന് ഇവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല? മല്ലികാർജുൻ ഖാർഗെയോട് പത്രക്കാർ ചോദിച്ചില്ലേ, എന്താ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് ചെയ്യുമോ? അദ്ദേഹം എന്താ പറഞ്ഞേ? ഞാൻ രാത്രി പോയി കിടന്നുറങ്ങി ആലോചിച്ച് വന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് 17 ദിവസമായി. ഇപ്പോ അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ പിൻവലിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ.
പല നിയമങ്ങളുടെ പേരും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് BJP-ക്കെതിരെ കൃത്യമായി നിങ്ങൾ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ റദ്ദാക്കും എന്ന് ഡയറക്റ്റായി പറയുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? അത് പറയാതെ ഇത് ഉയർത്തിയിട്ടില്ല എന്ന് ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ച് നിരവധി ചർച്ചകളും സംവാദങ്ങളും കഴിഞ്ഞ് ഏറ്റവും അവസാനം പ്രിയങ്ക ഗാന്ധി പറഞ്ഞു, ഇന്നലെ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? BJP-ക്ക് അടക്കം ഇത് വലിയ തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും ജനങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കാനും ഒരു സാഹചര്യം ഉണ്ടാക്കിയതിനു ശേഷം ഞങ്ങൾ മറുപടി പറഞ്ഞു എന്ന രൂപത്തിലാണോ? ഇത് തന്നെയാണ് പല സാഹചര്യത്തിലും ഉള്ളത്. നിലപാട് വ്യക്തമാക്കേണ്ട സമയത്ത് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല, അഭിപ്രായം പറയേണ്ട സമയത്ത് അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യം, പച്ചക്കൊടി ലീഗ് ഉപയോഗിച്ചാൽ അത് ദേശീയ തലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് BJP തെരഞ്ഞെടുപ്പ് ഉപയോഗിച്ചു എന്ന് വെച്ച് കോൺഗ്രസിന്റെ കൊടി പോലും ഉപയോഗിക്കേണ്ടതില്ല എന്ന രൂപത്തിലേക്ക് മാറി. എല്ലാവരും PP-യും ബലൂണും പിടിച്ചുകൊണ്ടിരിക്കുക. അതായത് BJP ഒന്ന് കുനിയാൻ പറയുമ്പോൾ കോൺഗ്രസ് കുനിഞ്ഞ് നിലത്ത് ഇങ്ങനെ ഇഴയുകയാണ്. ഇത് തന്നെയാണ് BJP-ക്ക് ആത്മവിശ്വാസം നൽകുന്നത്. എന്ത് ചെയ്താലും കോൺഗ്രസിന് എത്ര വിരട്ടിയാലും ഇവർ വരണ്ടു പൊക്കോളും, അതായത് BJP-ക്ക് ബദലല്ല കോൺഗ്രസ് എന്ന രൂപത്തിൽ ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുകയാണ്. സൂററ്റിലെ സ്ഥാനാർത്ഥി ഒന്ന് ആലോചിച്ച് നോക്കിയേ, നോമിനേഷൻ കൊടുത്തയാൾ പിന്താങ്ങിയ ആളുകൾ എല്ലാം പിൻവലിച്ചു. സ്വന്തം അളിയനാണ് അയാൾ ഇപ്പൊ BJP ചേർന്നു എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. അരുണാചൽ പ്രദേശിൽ 10 സീറ്റിലാണ് കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ കഴിയാതെ ഏകപക്ഷീയമായി BJP വിജയിച്ചത്. 8 കൊല്ലം മുമ്പ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നതാ കോൺഗ്രസ്. അല്ല, പക്ഷെ അരുൺകുമാർ ഇപ്പൊ അരുൺകുമാർ പറയുന്നത് പോലെ തന്നെയാണ് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ചരിത്രത്തിൽ തന്നെ നിങ്ങളുടെ മുന്നണിക്ക് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ അപൂർവം തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ന്യൂനപക്ഷ വോട്ടുകൾ കൺസോളിഡേറ്റഡ് ആയിട്ട് UDF പക്ഷത്തേക്ക് പോയി എന്നുള്ളതാണ്. വലിയ ന്യൂനപക്ഷ വോട്ട് ഏകീകരണം നടന്നിട്ടുണ്ട്. അതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഈ എല്ലാ വിഷയങ്ങളെയും തമസ്കരിച്ച് ഇതിൽ ഈ പറഞ്ഞ ന്യൂനപക്ഷ വിഷയങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ ജനവിഭാഗങ്ങളിൽ തന്നെ അത് എന്തെങ്കിലും അഡ്വേഴ്സ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുമോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ന്യൂനപക്ഷങ്ങൾ രണ്ടാം തരം പൗരന്മാരായി മാറാതിരിക്കാൻ ഇടതുപക്ഷം വരണം, ഇതാണ് നിങ്ങളുടെ ഒരു ക്യാമ്പയിൻ. ഒരു ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട ഒരാൾക്ക് തോന്നിക്കൂടെ നിങ്ങൾക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ, ഞങ്ങളുടെ രക്ഷകർത്തൃത്വം ഞങ്ങളുടെ ഏജൻസി ഇങ്ങനെ ഏറ്റെടുക്കേണ്ടതുണ്ടോ ഒരു മുന്നണിയിൽ നിന്ന് ആർക്കും തോന്നാം. ഇതല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും പറയാനില്ലാത്ത വിധത്തിൽ ആ ഒരൊറ്റ വിഷയത്തിലേക്ക് ചുരുങ്ങുന്നത് എന്തിനാണ്? ഒരിക്കലുമില്ല. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് അങ്ങ് പറഞ്ഞത്. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി 20 ലോകസഭാ നിയോജക മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിൽ 5 കേന്ദ്രങ്ങൾ എന്ന രൂപത്തിൽ 100 കേന്ദ്രങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും അടക്കം നിരവധി മണ്ഡലങ്ങളിൽ യെച്ചൂരി വന്നു, വൃന്ദ കാരാട്ട് വന്നു, പ്രകാശ് കാരാട്ട് വന്നു, സുഭാഷ് നേലി വന്നു. ഇവരെല്ലാം ദേശീയ രാഷ്ട്രീയവും അതുപോലെ സംസ്ഥാന രാഷ്ട്രീയവും കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരൊറ്റ വിഷയത്തിലേക്ക് ഞങ്ങൾ കേന്ദ്രീകരിച്ചിട്ടില്ല. ഇവിടെ അങ്ങ് ചോദിച്ചു പെൻഷൻ കൊടുക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നം, അതുപോലെ തന്നെ കിഫ്ബിയും അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം, ആ ഒരു പ്രതിബന്ധം ഉണ്ടാകാനുള്ള കാരണം നിരവധി ഘട്ടങ്ങളിൽ ഞങ്ങൾ വിശദീകരിച്ചതാണ്. ഇപ്പൊ വിലക്കയറ്റം പറയുന്നു, ഇന്ത്യയിൽ വിലക്കയറ്റം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണോ കേരളം? ആദ്യത്തെ 10 സംസ്ഥാനം എടുത്താൽ അതിൽ കേരളം ഇല്ലല്ലോ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ. അതുപോലെ ഓരോ മേഖല എടുത്തു നോക്ക്, മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളം വളരെ മെച്ചത്തിൽ തന്നെയാണ്. അത് ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു, എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. ഇവിടെയും 9 തവണയാണ് തോമസ് ഐസക്കിന് സമൻസ് അയച്ചത്. ഇവിടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഫണ്ട് എല്ലാം കേരളത്തിന്റെ കടത്തിൽ ഉൾപ്പെടുത്തുന്ന വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം എത്ര തവണ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഇവിടെ എത്രയോ അഴിമതി ആരോപണം തുടർച്ചയായി പത്രങ്ങളും മാധ്യമങ്ങളും വലതുപക്ഷവും എല്ലാം ഉയർത്തിപ്പിടിച്ചു. ഏതെങ്കിലും ഒരു കേസ് തെളിവുകൾ കണ്ടെത്തുവാനോ അതുമായി മുന്നോട്ട് പോകുവാനോ ആർക്കും കഴിഞ്ഞിട്ടില്ലല്ലോ. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും കഴിഞ്ഞിട്ടില്ല, മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുക, ആരോപണത്തിൽ മറുപടി പറഞ്ഞ് സംസ്ഥാന ഗവൺമെന്റ് വികസന പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ തെറ്റിക്കുക എന്നത് തന്നെയായിരുന്നു അജണ്ട. ആ അജണ്ടയെ ഞങ്ങൾ നന്നായി പ്രതിരോധിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം ശബരിനാഥ് പറഞ്ഞല്ലോ, നരേന്ദ്രമോദി വന്ന് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും മാത്രമാണ് ആക്രമിച്ചെന്ന്. അല്ല, ഏറ്റവും ആദ്യം വന്ന് ആക്രമിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രമാണെന്നാണ്. ഇതേ പ്രധാനമന്ത്രി തന്നെയല്ലേ CBI-യെയും NIA-യെയും ED-യെയും കസ്റ്റംസിനെയും എല്ലാം നിയന്ത്രിക്കുന്നത്? കഴിഞ്ഞ 3-4 വർഷമായി അന്വേഷിച്ചില്ലേ? വല്ലതും കണ്ടെത്തിയോ? കരിവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന എത്രയോ പ്രസ്താവന കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തി. ഈ കേരളത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രധാനമന്ത്രി നിരവധി തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തി, നരേന്ദ്രമോദി നടത്തി. ഇതിനെല്ലാം നന്നായി പ്രതിരോധിച്ച് തന്നെയാണ് പോയിട്ടുള്ളത്. അങ്ങനെ പ്രതിരോധിച്ച് പോകുമ്പോഴും രാഹുൽ ഗാന്ധി അടക്കം വന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന വീണ്ടും നടത്തുകയാണ്. ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു, ജാർഖണ്ഡ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു. എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുന്നു. ഒരു കേസെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടോ? ഒരു കേസെങ്കിലും? ഒരു കേസ് പോലും ഇല്ലാത്ത ആളെ എങ്ങനെ അറസ്റ്റ് ചെയ്യും?
അപ്പോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് ഒറ്റക്കെട്ടായി BJP-ക്കെതിരായിട്ടുള്ള വോട്ട് ശിഥിലീകരിച്ച് പോകാതെ ഒരുമിച്ച് നിൽക്കേണ്ടവർ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരിക്കലും പറയാൻ പറ്റാത്ത പ്രസ്താവന പറഞ്ഞ് കൊച്ചുകുട്ടികളെ പോലെ തരം താഴുന്ന സാഹചര്യം വന്നപ്പോ അദ്ദേഹത്തെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്, ഞങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ ഇദ്ദേഹം അത് വ്യക്തിപരമായി രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി ആക്രമിച്ചു. അത് ജനങ്ങൾ ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടും. അത് തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, ഇവിടെ ശ്രീ കെ ശബരിനാഥ് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ കണ്ടത് കോൺഗ്രസും CPM-ഉം ദേശീയ നേതാക്കളെ അണിനിരത്തി പരസ്പരം ഏറ്റുമുട്ടുന്നതാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങൾ കേരള മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതാക്കളും നടത്തി. തിരിച്ച് മുഖ്യമന്ത്രിയെ ജയിലിൽ അടയ്ക്കാത്തത് എന്താണെന്ന ചോദ്യം പോലും ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാവായ, ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധി ചോദിച്ചു. പുറത്തുള്ള ആളുകൾ രണ്ട് മുന്നണിയിലെ ഘടകകക്ഷികൾ ഇങ്ങനെ പോരടിക്കാമോ എന്ന് അന്തം വിട്ടു. ശരിയാണ്, കേരളത്തിൽ ഒരു നിർബന്ധിത സാഹചര്യമുണ്ട്. 85% ഓഫ് വോട്ട് ഷെയർ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ രണ്ട് കൂട്ടരുമാണ്. നിങ്ങൾക്ക് ദേശീയ തലത്തിൽ ഒരു നിലപാടാണ്, അല്ലെങ്കിൽ ബേസിക് ഐഡിയ ഒന്നാണ് എന്നിരിക്കെ കേരളത്തിൽ പരസ്പരം മത്സരിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ നിർബന്ധിതമാകും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ദേശീയ സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ ദേശീയ തലത്തിൽ ഒരേ ഐഡിയ ഉള്ള രണ്ട് മുന്നണികൾ അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ പരസ്പരം മത്സരിക്കുമ്പോൾ മൂന്നാമതൊരു ശക്തിയുടെ അല്ലെങ്കിൽ ഒരു പ്രസൻസിന്റെ സാധ്യത കൂടുകയല്ലേ? കേരളത്തിലെ ബൈപോളാർ പൊളിറ്റിക്സ് അവസാനിക്കുകയാണോ? BJP ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള വോട്ട് ഷെയർ സംസ്ഥാനത്ത് നേടാൻ പോവുകയാണോ? ആദ്യം ശ്രീ അരുൺ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയണം താല്പര്യമുണ്ട്. അദ്ദേഹം ഒരു സഹകരണ ബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്ന വക്കീലായതുകൊണ്ട് അതിനിടയ്ക്ക് ആ കരുവന്നൂർ ബാങ്കിലെ കൊള്ളയും കൂടെ ഒന്ന് വെളുപ്പിക്കാൻ നോക്കി. നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കരുവന്നൂർ ബാങ്കിലെ പാവപ്പെട്ട ആൾക്കാർക്ക് പൈസ കിട്ടാതെ 100-200 കോടി രൂപയുടെ അഴിമതി ഉണ്ടായെന്ന് പാർട്ടി തന്നെ സമ്മതിക്കുമ്പോൾ അതിനെതിരെയുള്ള തുടരെയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അന്വേഷണങ്ങൾ അറസ്റ്റിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് നിങ്ങൾ BJP തമ്മിലുള്ള ഒരു അന്തർധാര എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പീഡനങ്ങൾ. ശരിയായിട്ടുള്ള വിഷയമാണ്. പക്ഷെ അതേ ന്യൂനപക്ഷ വേട്ട നടത്തുന്ന ആളുകളാണ് നിങ്ങൾ കേരളത്തിലെ CPM-ഉം. നിങ്ങൾ മറ്റൊന്നിലേക്ക് പോകണ്ട. ഞാൻ വോട്ട് ചെയ്തത് തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ വിഴിഞ്ഞം സമരമായിട്ട് ബന്ധപ്പെട്ട് ആ സമരത്തിൽ പങ്കെടുത്ത വൈദികരടക്കമുള്ള ആളുകൾക്കെതിരെ എത്രമാത്രം കേസുകൾ നിങ്ങൾ ക്രിമിനൽ കേസ് അടക്കം ചാർജ് ചെയ്തിട്ടുണ്ട്? ഏതെങ്കിലും കേസ് മാറ്റാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ, സഹായ മെത്രാൻ ക്രിസ്തുദാസ് അവർകൾ, കൊല്ലം ലാറ്റിൻ ബിഷപ്പ് ഡോക്ടർ പോൾ മുല്ലശ്ശേരി, മർത്തോമ സഭ മെട്രോപോളിറ്റൻ ജോസഫ് ബർണബാസ് തിരുവേനി, മലങ്കര സഭയുടെ ഐറാന്യൂസ് പിതാവ് അടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള കേസുകൾ ഇതുവരെ നിങ്ങൾ പിൻവലിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അവരൊക്കെ ആ വിഴിഞ്ഞം സമരത്തിൽ വന്ന് നിന്ന് അവിടെയുള്ള ആളുകളോടൊപ്പം തീരദേശവാസികളോടൊപ്പം സമരം ഇരുന്നു എന്ന് പറഞ്ഞ ഒറ്റ കാരണത്തിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ഒരു വൈദികൻ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് റിന്യൂവലിന് പോയപ്പോൾ പോലും കേസുള്ളത് കൊണ്ട് പാസ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ന്യൂനപക്ഷ സ്നേഹം, ഒരു വിഷയത്തിൽ സമരം ചെയ്ത ആളുകൾ എത്രയോ സമരം ഉണ്ടായപ്പോൾ അതിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെയുള്ള കേസുകൾ പോലും നിങ്ങൾ ഇതുവരെ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. തിരുവനന്തപുരത്തും കേരളത്തിലും നടന്ന അങ്ങോളം ഇങ്ങോളം കോൺഗ്രസുകാരും CPM-കാരും ഒരുമിച്ച് സമരം നടത്തിയ പൗരത്വ വിഷയത്തിലെ കേസുകൾ, എനിക്കടക്കമുള്ള എത്രയോ കേസുകളുണ്ട്. കേരളത്തിലെ 5000-6000 കണക്കിന് കേസുകൾ, പൗരത്വ വിഷയത്തിന്റെ കേസുകൾ നിങ്ങൾ പിൻവലിച്ചു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയത് BJP ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് അരക്ഷത ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്കും വലിയ പങ്കുണ്ട്. പക്ഷെ നിങ്ങൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ കരിവന്നൂരും സിദ്ധാർത്ഥിന്റെ മരണവും അഴിമതിയും ഒക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ എത്രമാത്രം അതിനെ ഇല്ലാതാക്കാൻ നോക്കിയാലും ജനങ്ങളുടെ മനസ്സിൽ ഈ വിഷയമുണ്ട്. അതിന്റെ പ്രതിഫലനം ഇലക്ഷനിലും ഉണ്ടാകും. ഇനി BJP-യുടെ കാര്യം, എനിക്ക് തോന്നുന്നു BJP-യുടെ വോട്ട് ശതമാനം കഴിഞ്ഞ തവണ എത്രയും ഉണ്ടാവില്ല എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. 2014-ലും 19-ലും ഒരു നരേന്ദ്രമോദി തരംഗം ഉണ്ടായപ്പോൾ സ്വാഭാവികമായി കൂടുതൽ ആളുകൾ BJP-ക്ക് വോട്ട് ചെയ്തു. അവരുടെ വോട്ടിംഗ് പെർസെന്റേജ് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും കൂടി. പക്ഷെ ഇത്തവണത്തെ റിസൾട്ട് എനിക്ക് തോന്നുന്നു ഈ നരേന്ദ്രമോദി തരംഗം എന്നൊരു സാധനം ഇന്ത്യയിൽ തന്നെ ഇല്ല. നരേന്ദ്രമോദി 10 വർഷമായി ചെയ്ത കാര്യങ്ങളിൽ ക്രിയാത്മകമായി ജനങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വികസനം ഉണ്ടായെന്ന് പറയുമ്പോഴും എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഈ 10 വർഷം ഈ സർക്കാരിന് കാരണം ഒരു മെച്ചം ഉണ്ടായിട്ടില്ല, ഒരു തൊഴിലുണ്ടായിട്ടില്ല. അസമത്വം വളർന്നത് മാത്രമേ ഉള്ളൂ. കർഷകർക്ക് ഗുണമില്ല. ഗ്യാസിന്റെ വില 1000 രൂപയായി, പെട്രോളിന്റെ വില 100 രൂപയെന്ന് മനസ്സിലാക്കിയ ആളുകൾ ഇനിയും അങ്ങനെ ഒരു തരംഗം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായി BJP-യുടെ വോട്ടിംഗ് പെർസെന്റേജ് കഴിഞ്ഞ തവണത്തെക്കാളും കുറയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പല മണ്ഡലങ്ങളിലും അത് LDF വേഴ്സസ് UDF തന്നെ പോകും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്.
ചില ഒറ്റത്തെറ്റ് മണ്ഡലങ്ങളിൽ നിങ്ങളുടെ സംഘടനാ സംവിധാനം ശരിയായതുകൊണ്ട് അവിടെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ബാറ്റിൽ ഉണ്ടാക്കാം. പക്ഷേ ഒരിടത്തും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ബാങ്ക് തുടങ്ങിയാലും, നിങ്ങൾ അക്കൗണ്ട് തുടങ്ങിയാലും, ബ്രാഞ്ച് തുടങ്ങിയാലും അതിനകത്തുള്ളത് വട്ടപൂജ്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ജനങ്ങൾ, കേരളത്തിന്റെ ഒരു സെക്യുലർ ഫാബ്രിക് ഉള്ള ജനങ്ങൾ ഇപ്പോൾ എന്ത് പറഞ്ഞാലും അതൊരു LDF വേഴ്സസ് UDF കോൺടെസ്റ്റിലേക്കാണ് പോകുന്നത്. അത് അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. BJPയുടെ വളർച്ചയുടെ ഒരു പോയിന്റ് തീർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേരളത്തിൽ. അത് ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതോടെ അങ്ങനെ തന്നെ നിൽക്കും. ശരി, അവിടെ ശ്രീ ശങ്കുട്ടിദാസ് നോക്കൂ, രാജ്യവ്യാപകമായി തന്നെ ഒന്നാം ഫേസ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 2 തവണയെ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു യൂഫോറിയയുടെ അഭാവം രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു സർജില്ലാത്ത അവസ്ഥ ഉണ്ട്. BJPയെ സംബന്ധിച്ചത് ദേശീയ വ്യാപകമായി ഉണ്ടാകാം. പക്ഷെ കേരളം നോക്കൂ, കേരളം വളരെ ലിബറൽ ആയിട്ടുള്ള സൊസൈറ്റിയാണ്. പക്ഷെ ഇത്തവണത്തെ ക്യാമ്പയിന്റെ പ്രത്യേകത കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നറേറ്റീവ് കൊണ്ടോ ഒക്കെ ഇത്തവണ എന്നാൽ രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് ചെയ്തേക്കാം അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തേക്കാം എന്ന് തീരുമാനിക്കാൻ ഇടയുള്ള ആളുകൾ പോലും കഴിഞ്ഞ 3-4 ദിവസമായിട്ട് പത്രം വായിച്ച് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ നടത്തിയിട്ടുള്ള പ്രസ്താവന കേട്ട് അന്തം വിട്ട് ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ കേരളം പോലത്തെ ഒരു ലിബറൽ സൊസൈറ്റിയിൽ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകളിൽ പോലും നല്ലൊരു ശതമാനം എന്നിരിക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയ 15% നിന്ന് കാര്യമായ കുറവുണ്ടാവാനല്ലേ സാധ്യത? നോക്കൂ, രാജസ്ഥാനിൽ ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവനയെ പറ്റി കഴിഞ്ഞതിന്റെ മുൻപത്തെ ദിവസം 2 ദിവസം മുൻപ് ഞാനും അഭിലാഷും തമ്മിൽ മാതൃഭൂമിയിൽ ചർച്ച നടത്തിയതാണ്. ആ വിഷയത്തിൽ ഞാൻ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിലും ചർച്ച നടത്തിയിട്ടുണ്ട്. ആ വിഷയത്തിൽ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോ ഈ നിശബ്ദ പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ സ്പെസിഫിക് ഇലക്ട്രൽ ഇഷ്യൂസ് ചർച്ച ചെയ്യുന്നതിന് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം തന്നെ ഒരു ബാറുള്ള സമയത്ത് അങ്ങനത്തെ ഒരു സ്പെസിഫിക് പോയിന്റിന്റെ മുകളിൽ ചർച്ചയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു രാജ്യത്തിന്റെ ജനറൽ മൂഡിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ നടത്താമെന്ന് മാത്രമേ കരുതുന്നുള്ളൂ. ആ വിഷയം BJPക്ക് എതിരാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ വളരെ ബോധപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി പറയാത്ത തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചില ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ടാവും. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ വിശദീകരണങ്ങളും ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ ആദ്യ ഫേസ് കഴിഞ്ഞപ്പോൾ വോട്ടിംഗ് പെർസെന്റേജ് കുറയുന്ന കാര്യത്തിൽ അതിൽ രാഷ്ട്രീയ നിരീക്ഷകന്മാർ 2 തരത്തിലുള്ള അഭിപ്രായങ്ങളും പറയുന്നുണ്ടെന്ന് കാണണം. എന്തുകൊണ്ടാണ് ഇലക്ഷൻ കഴിയുമ്പോൾ ചിലപ്പോ ഈ പറയുന്ന വിചാരിച്ചത്ര പോളിംഗ് നടക്കാത്തതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ആത്മവിശ്വാസം കൊണ്ട്, അമിതാത്മവിശ്വാസം കൊണ്ട് അത് സംഭവിക്കാം. ഇസ് ബാർ 4 സൗ പാർ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. അതായത് ഇത്തവണ 400 സീറ്റുകളിൽ അധികം എന്നാണ്. അതായത് 2014 മത്സരിക്കുമ്പോൾ 272 എന്ന് പറയുന്ന മാജിക് നമ്പർ ടാർഗറ്റ് ചെയ്തിരുന്ന പാർട്ടിയാണ്. കാരണം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെയായിട്ടും ഒരു കോൺഗ്രസ് ഇതര പാർട്ടി 2014 വരെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയിട്ടുണ്ടായിരുന്നില്ല. അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ വന്നപ്പോൾ പോലും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. 2014 നരേന്ദ്രമോദി സർക്കാർ 284 സീറ്റ് നേടുമ്പോഴാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ആദ്യമായിട്ടൊരു കോൺഗ്രസ് ഇതര സർക്കാർ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടുന്നത്. അത് 2019 ആയപ്പോഴേക്കും കേവല ഭൂരിപക്ഷം എന്ന ടാർഗറ്റ് ഒക്കെ മാറി BJP ഒറ്റയ്ക്ക് 303 സീറ്റുകൾ നേടി. ഇത്തവണ കൂടുതൽ ശക്തിയോടും കൂടുതൽ കരുത്തോടും കൂടി BJP മുന്നോട്ട് പോകുന്നു. അതേസമയം പ്രതിപക്ഷം എന്നൊരു സംവിധാനം ഏറെക്കുറെ ഇല്ലാതായി കഴിഞ്ഞു, അപ്രസക്തമായി കഴിഞ്ഞു. INDA എന്ന് പറയുന്ന ഒരു മുന്നണി ഉള്ളതായി പറയപ്പെടുന്നു. എന്നാൽ അതിന്റെ പ്രസൻസ് നമുക്ക് ഗ്രൗണ്ടിൽ എവിടെയും ഫീൽ ചെയ്യുന്നില്ല. ഏറ്റവും ചുരുക്കിയത് മലയാളികൾക്ക് കാണുന്നില്ല. INDA മുന്നണിയിലുള്ള പാർട്ടികളാണ് പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. INDA എന്ന് പറയുന്ന മുന്നണി പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് BJPക്ക് എതിരായിട്ടുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ബിഗ് ടെന്റ് ആണ്, 41 പാർട്ടികൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ബീഹാറിൽ വെച്ച് ആദ്യത്തെ യോഗം ചേർന്നപ്പോൾ അവിടെ 16 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് മഹാരാഷ്ട്രയിലും ബാംഗ്ലൂരും നടന്നിട്ടുള്ള യോഗങ്ങളിൽ 26 അംഗങ്ങളുടെ ഒരു ക്യാമ്പയിൻ കമ്മിറ്റി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതിന്റെ കോർഡിനേഷൻ കമ്മിറ്റി വന്നപ്പോൾ അതിൽ 19 അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ കോർഡിനേഷൻ കമ്മിറ്റി തമ്മിലും യാതൊരു കോർഡിനേഷനും ഇല്ല എന്ന കാര്യവും നമ്മൾ കാണുന്നുണ്ട്. ചില നേതാക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ. രാഹുൽ ഗാന്ധി, അതിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, പറയുന്നത് പിണറായി വിജയൻ ജയിലിൽ പോകേണ്ട ആളാണ് എന്നുള്ളതാണ്. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ പറ്റി പറയുന്നത് പഴയ പേരിലേക്ക് മടങ്ങി പോരുന്നത്, കുറെ നടന്നുകൊണ്ട് പാകത വരില്ല എന്നാണ്. അപ്പൊ ഇവരുടെ പരസ്പരമുള്ള അഭിപ്രായം എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് രാജ്യവ്യാപകമായിട്ടുള്ള സ്ഥിതി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മുന്നണി രൂപീകരിക്കുന്ന നിതീഷ് കുമാർ പോലും ഇന്ന് INDA മുന്നണിയിലില്ല. അദ്ദേഹം NDAയുടെ ഭാഗമാണ്. അപ്പോ പ്രതിപക്ഷ നിര പൂർണ്ണമായി ദുർബലമാണ്, ഏതാണ്ട് അപ്രസക്തമാണ്. അത് എന്താ പറയാ, നോൺ എക്സിസ്റ്റന്റ് ആണ് എന്ന് തന്നെ പറയാം. നേരെ തിരിച്ച് BJP കൂടുതൽ ശക്തിയോടുകൂടി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എന്തായാലും BJPയുടെ സർക്കാർ തന്നെയാണ് വരിക. നമ്മൾ അതിലിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും സർക്കാർ അധികാരത്തിൽ വന്നോളും എന്ന ചിന്തയോടുകൂടി കുറെ ആളുകൾ വോട്ട് ചെയ്യാതിരിക്കും. അതാണ് ഓവർ കോൺഫിഡൻസ് ഓഫ് ദ ഇലക്ടറേറ്റ് എന്ന് പറയുന്ന ഫെനോമിനൻ, അമിതാത്മവിശ്വാസം. അങ്ങനെ വരുമ്പോൾ പോളിംഗ് കുറയാം. അത് BJPക്കാണ് ദോഷം ചെയ്യുക. നേരെ തിരിച്ച് ഇത് തിരിച്ചും സംഭവിക്കാം. എന്ത് ചെയ്താലും BJP തന്നെ അധികാരത്തിൽ വരുള്ളൂ. നമ്മൾ കുറെ പരിശ്രമിച്ചത് കൊണ്ട് ഇവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് വെറുതെ കഷ്ടപ്പെട്ട് പോയിട്ട് വോട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് കരുതി BJP വോട്ടർമാര്
പറയുന്ന കോൺഗ്രസ് CPM സപ്പോർട്ടർമാരായിട്ടുള്ള നോൺ BJP വോട്ടർമാര് വോട്ടെടുപ്പിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്യാം. അപ്പൊ അബ്സ്റ്റെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കൊണ്ടും ഈ വോട്ടിൽ ശതമാനം കുറയാം എന്നുള്ളതാണ് സെഫോളജിസ്റ്റുകളൊക്കെ പറയുന്നത്. ഇതിൽ ഏതാണ് ഇലക്ട്രേറ്റിൽ സംഭവിച്ചത് പോളിംഗ് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് ശംഖു പറഞ്ഞ ഈ രണ്ട് കാര്യവും സംഭവിക്കാം, ഞാൻ അതിനെ തള്ളിക്കളയുന്നില്ല. പക്ഷേ പൊതുവെ ഇപ്പൊ നമ്മൾ കേരളം ഇപ്പൊ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇരിക്കുകയാണല്ലോ. അപ്പൊ ജനറൽ ആയിട്ടുണ്ടായ ഫീലിംഗ് നേരത്തെ 400 പാർ പ്രതിപക്ഷം ഒരു തരത്തിലും ജയിക്കാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള ഒരു സെന്റിമെന്റ്സ് ആയിരുന്നെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചയെങ്കിലുമായിട്ട് ആ ചിന്തയിൽ മാറ്റം വന്നിട്ടില്ലേ? പ്രധാനമന്ത്രി ഗിയർ മാറ്റിയതോടുകൂടി തന്നെ ഒരു ഡെസ്പറേഷൻ, അതല്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പം ഫീൽ ചെയ്യുന്നു, മൊത്തത്തിൽ കാര്യങ്ങൾ മാറുകയാണ്, തോൽവി നിങ്ങൾ മുമ്പിൽ കാണുകയാണ്, ഈ തരത്തിലുള്ള ചിന്ത അല്ലെങ്കിൽ ഈ തരത്തിലുള്ള തോട്ട് വളരെ ശക്തമാവുന്നു. ഞാൻ പറഞ്ഞതുപോലെ ലിബറൽ ജനങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളീയരെ സംബന്ധിച്ച് ഒട്ടും ദഹിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ദേശീയാടിസ്ഥാനത്തിൽ വരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റിവിറ്റി, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യണ്ടേ വോട്ടർമാർക്ക് വോട്ട് ചെയ്യണമെങ്കിൽ? നോക്കൂ ശ്രീ അഭിലാഷ്, ഞാനിപ്പോ നിങ്ങളുടെ ചാനലിന്റെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടല്ല ചർച്ച ചെയ്യുന്നത്, എന്റെ വീടിന്റെ സൗകര്യത്തിൽ ഇരുന്നുകൊണ്ടല്ല. നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഞാൻ ഇപ്പോഴും തൃത്താല മണ്ഡലത്തിൽപ്പെടുന്ന കപ്പൂർ എന്ന് പറയുന്ന പഞ്ചായത്തിലെ ഒരു പ്രത്യേക ബൂത്തിലെ പ്രവർത്തകർക്കിടയിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ 15 മിനിറ്റ് വൈകേണ്ടി വന്നത്. ഞാനിപ്പോൾ ഇരിക്കാൻ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്റെ കാറിൽ ഇരുന്നിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതായത് ഞാൻ ഈ സമയത്തും ഇപ്പോൾ ഗ്രൗണ്ടിലുണ്ട്. എനിക്ക് ഇത്രയും ദിവസത്തെ പ്രചരണാനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്, ഞാൻ കേരളത്തിലെ 6-7 മണ്ഡലങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൾസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൃത്യമായി പറയുന്നത്, ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആത്മവിശ്വാസം, ഇന്നോളം കണ്ടിട്ടില്ലാത്ത വലിയൊരു ആവേശം, ഇന്നോളം കണ്ടിട്ടില്ലാത്ത ജയിക്കണം എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ആഗ്രഹം കേഡർമാർക്കിടയിൽ മാത്രമല്ല, ഇത്തവണ BJP ഒന്ന് പരീക്ഷിക്കാമെന്നൊരു ചിന്ത സാധാരണ വോട്ടർമാർക്കിടയിലും പൊതുസമൂഹത്തിലും വളരെ പ്രോമിനന്റ് ആയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ആളുകൾ ഇപ്പോഴും ഇങ്ങനെ ഇത് നടക്കില്ലല്ലോ. ഞങ്ങളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല എന്ന് കരുതി വീട്ടിൽ പോയിരിക്കുമല്ലോ. അപ്പോ ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളുടെ എന്നും ഈ നിരീക്ഷണങ്ങളെ ഞാൻ തള്ളുന്നോ കൊള്ളുന്നോ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടുന്നത് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഫീലിംഗ് വെച്ചിട്ട് ഞാൻ പറയുന്നത്, വളരെ വലിയൊരു അനുകൂല അന്തരീക്ഷം കേരളത്തിൽ ഇത്തവണ രൂപപ്പെട്ടിട്ടുണ്ട്. ചില മണ്ഡലങ്ങളിൽ അത് വളരെ ടാഞ്ചിബിൾ ആണ് ആ പ്രസൻസ്. ഞാൻ തൃശ്ശൂരിൽ പോയിരുന്നു, ഞാൻ പത്തനംതിട്ടയിൽ പോയിരുന്നു. ആ മണ്ഡലങ്ങളിലെല്ലാം ജനങ്ങളുടെ ഇത്തവണ ഒരു മാറ്റത്തിന് ഞങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ള അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും BJPക്ക് വോട്ട് വർദ്ധിക്കാൻ പോവുകയാണ്. 10-ലേറെ മണ്ഡലങ്ങളിൽ BJPയുടെ പെർഫോമൻസ് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയാവാൻ പോവുകയാണ്. പ്രതീക്ഷിക്കുന്നതിലേറെ അതാണ് BJPയുടെ പ്രതീക്ഷ. അങ്ങനെ ശ്രീ അരുൺകുമാർ, അങ്ങനെയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു ടെക്ടോണിക് ഷിഫ്റ്റ് സംഭവിക്കും. BJPയുടെ വോട്ട് ഷെയർ മണ്ഡലങ്ങളിൽ 20% മുകളിൽ പോയാൽ നിലവിലുള്ള എല്ലാ കാൽക്കുലേഷൻസും, നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന പല ഫാക്ടേഴ്സും മാറുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ സംഭവിക്കുമോ? BJPക്കാർ കോൺഫിഡൻസിലാണ്. അത് കേരളത്തിൽ സംഭവിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ BJP തന്നെ തൃശ്ശൂർ, തിരുവനന്തപുരം പോലെയുള്ള മണ്ഡലങ്ങളിൽ വലിയ തോതിൽ അവരുടെ പ്രചരണം ഏതാണ്ട് ഇഞ്ചോടിഞ്ച് മറ്റു മുന്നണികളോട് എന്നുള്ള നിലയിൽ തന്നെ കൊണ്ടുവരുന്നുമുണ്ട്. അപ്പോൾ ആ നിലയിൽ നോക്കുകയാണ് എങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ ചില നിർണായകമായ ദിശാസൂചികകൾ നൽകുന്നതായിരിക്കുമോ? മിസ്റ്റർ അഭിലാഷ്, ഈ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. ഈ കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഈ BJP ഭരണം കൊണ്ട് കേരളത്തിന് എന്ത് നേട്ടം കിട്ടി എന്ന ഗൗരവമായ ചോദ്യം ഇവിടെ ഉണ്ട്. ഹെലികോപ്റ്റർ വന്ന് പ്രളയ സമയത്ത് ഗർഭിണികളായ സ്ത്രീകളെ രക്ഷിച്ചതിന് അതിന് വരെ വാടക ചോദിച്ചതാ BJP സർക്കാർ. ആ പ്രളയ സമയത്ത് നമുക്ക് അരി തന്നപ്പോൾ അതിന് എക്സ്ട്രാ നികുതി മേടിച്ചു, പണം വാങ്ങിച്ചു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തു നിന്നും സംഭാവനകളും സഹായങ്ങളുമായി കേരളത്തിലേക്ക് വന്നപ്പോൾ അതിനെല്ലാം തടഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. 13 പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിവേഗ ട്രെയിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ അനുവദിച്ചപ്പോൾ ഈ കേരളത്തിൽ മാത്രം ഒരു വികസന പ്രവർത്തനവും കൊടുക്കരുതെന്ന് പറഞ്ഞതാ. ദേശീയപാതയുടെ ഒക്കെ നമ്മൾ എത്രയോണം ചർച്ച ചെയ്തു. കേരളത്തിന് മാത്രമല്ലേ 5580 കോടി രൂപ കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഞാൻ കൃത്യമായി പറയുന്നു, ഈ കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും BJP 3-ാം സ്ഥാനത്ത് തന്നെയായിരിക്കും. ഒരൊറ്റ മണ്ഡലത്തിൽ പോലും 2-ാം സ്ഥാനത്ത് പോലും എത്താൻ BJPക്ക് കഴിയില്ല. കാരണം BJP കേരളത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യക്തമാണ്. രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ പ്രകടന പത്രികയിൽ കഴിഞ്ഞ തവണ പറഞ്ഞതിൽ ഏതു കാര്യങ്ങളാണ് ഈ രാജ്യത്തിന് വേണ്ടി അവർ ചെയ്തത്? തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ CSDSന്റെയും തുല്യ സർവേ പുറത്തു വന്നല്ലോ. ആ സർവേയിൽ 71% ആളുകളും ചർച്ച ചെയ്യുന്നത് വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വികസന വിരുദ്ധത, അഴിമതി, ഈ 4 കാര്യങ്ങളാണ്. ഫ്രീ ആൻഡ് ഫെയർ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യയിൽ BJP ഭരണം എന്നേക്കുമായി അവസാനിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ഒറ്റ കാരണം, കേരളത്തിൽ 2 അക്കം കിട്ടുന്ന BJP പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത്, ആ 2 അക്കം കൂട്ടി കണക്ക് കൂട്ടിയിട്ടാണ് 350-400 സീറ്റ് പറഞ്ഞത്. എന്തിയെ ഇപ്പൊ ഗിയർ മാറ്റാൻ കാരണം? അവർ തന്നെ നടത്തിയ സർവേ
303 BJP സീറ്റിൽ 166 സീറ്റിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് BJP തന്നെ നടത്തിയ സർവേയിൽ വ്യക്തമായി. അതുകൊണ്ട് തന്നെയാണ് തീവ്ര വർഗീയ അജണ്ടയുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. 20% വരുന്ന മുസ്ലിങ്ങളെ തല്ലി ഓടിക്കണമെന്ന് പച്ചയ്ക്ക് പറയുന്ന തരത്തിൽ ഏറ്റവും നുണ പ്രചരിപ്പിക്കുന്നത്. നിങ്ങളുടെ താലിമാല വരെ ഇവരെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകും, ഇവർക്ക് വീതം വെച്ച് കൊടുക്കും, ഈ നാടിന്റെ സമ്പത്തും സ്വത്തും വീതം വയ്ക്കുമെന്ന് പറയുന്നത്. മൻമോഹൻ സിംഗ് അത്തരത്തിലൊരു പ്രസംഗം നടത്തിയിട്ടില്ലെന്നും ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ വിഹിതം എല്ലാവർക്കും വേണമെന്നാണ് ഒരു വികസന സെമിനാറിൽ പറഞ്ഞതെന്നും പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ അത്തരത്തിൽ ഞാൻ പറയട്ടെ, വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി ഇടപെടൽ ഉണ്ടാകും. കാരണം 7 ഘട്ടമായിട്ട് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പൊ 2ാം ഘട്ടമേ ആയുള്ളൂ. ഈ 5 ഘട്ടത്തെയും അട്ടിമറിക്കാൻ പ്രധാനമന്ത്രി തന്നെ ഇറങ്ങിത്തിരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, കരിവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ഇൻവെസ്റ്റിഗേഷൻ ക്രൈംബ്രാഞ്ച് 27 കേസിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ED വന്നത്. ED വന്നപ്പോൾ പ്രധാന പ്രതികളെ മാപ്പ് സാക്ഷിയാക്കിയത് ശ്രീ ശബരിനാഥൻ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ EDയുടെ അവസ്ഥ, കേസന്വേഷണത്തിന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പദ്ധതി നിർത്തിവെക്കുന്നത് വരെ ഞങ്ങൾ സമരം നടത്തുമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ കത്തിച്ചതും പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ച കേസുകൾ എങ്ങനെ പിൻവലിക്കാൻ കഴിയും? അത് കോടതി വഴിയെ പിൻവലിക്കാൻ കഴിയൂ. കേസ് പിൻവലിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. ഏതോ ഒരു പുരോഹിതൻ ചെന്ന് കേസിൽ പ്രതിയാണ്, അതുകൊണ്ട് പാസ്പോർട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ നിയമം പാലിച്ചല്ലേ പറ്റൂ, ആ നിയമം പാലിച്ചേ പറ്റൂ. അതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI ആണ് ഇപ്പൊ അന്വേഷിക്കുന്നത്. അതിലെ പ്രതികളെ മുഴുവൻ കേരള പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്തതാണ്. ഇപ്പോഴും ജനങ്ങൾ സംശയം ഉന്നയിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ MP-മാർക്ക് എതിരായിട്ടുള്ള വികാരം, ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങൾ, സംസ്ഥാന ഭരണത്തെ വിലയിരുത്തൽ എല്ലാം വന്നോട്ടെ. ഇവയെല്ലാം വന്നിരുന്നാലും ഇടതുപക്ഷത്തിന് ഗംഭീര വിജയം ഈ കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശ്രീ ശങ്കു, ഇടപെടാനുള്ളത് വളരെ ഷോർട്ടാക്കി, എനിക്ക് അടുത്ത ആളിലേക്കും പോകണം. അല്ല, അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു BJP പരാജയ ഭീതി കൊണ്ട് വർഗീയ ധ്രുവീകരണം നടത്തുകയാണ്, അതിന്റെ ഭാഗമായി 20% വരുന്ന മുസ്ലിങ്ങളെ അടിച്ചോടിക്കണമെന്ന് ഒരു പരസ്യമായി പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. ആരാണ് അങ്ങനെ പ്രസംഗിച്ചത്? അത് അങ്ങ് കയ്യിൽ നിന്നിട്ടതാണോ അതോ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണോ എന്ന് പറയാമോ? കാരണം ഒന്നാമത് മുസ്ലിങ്ങൾ 20% അല്ല, 14%. ഈ 2 ദിവസമായി ബഹളം വെക്കാതിരിക്കൂ. പറയൂ സർ, എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. 20% വരുന്ന മുസ്ലിങ്ങളെ മുഴുവൻ രാജ്യത്ത് നിന്ന് അടിച്ചു ഓടിക്കണമെന്ന് അങ്ങ് പറഞ്ഞല്ലോ. ആരാണ് അങ്ങനെ പറഞ്ഞത്? ഈ 2 ദിവസമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം മുഴുവൻ ഒരു സമുദായത്തിൽപ്പെട്ടവരെ ഈ രാജ്യത്തുനിന്ന് പുറത്താക്കണം എന്ന ആഹ്വാനം ചെയ്യുന്ന തരത്തിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും പറയുന്ന വാക്കുകളെല്ലാം ഒരു മതനിരപേക്ഷ രാജ്യത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ്. തെരഞ്ഞെടുപ്പ് അഴിമതിയാണ്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിന്റെ സെക്ഷൻ 123 ക്ലോസ് 3 പ്രകാരം ഒരു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ മാത്രമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇടപെടേണ്ട വിഷയമാണ്. വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഗുജറാത്തിൽ, രാജസ്ഥാനിൽ, തുടർന്ന് വടക്കേന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും ഈ അജണ്ടയുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം അങ്ങയുടെ ചർച്ചയിൽ ഫ്ലോറിൽ ഇരുന്ന് ഇപ്പൊ പറഞ്ഞ ഈ കാര്യം തന്നെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ 126 വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. 100% അങ്ങ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടിട്ടുള്ള ആളാണല്ലോ. അങ്ങ് പറയൂ, പ്രധാനമന്ത്രി രാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവൻ അടിച്ചോടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നൊരു പരാമർശമില്ല എന്തായാലും. പക്ഷേ ഇനിയിപ്പോ എന്റെ അഭിപ്രായമാണ് ചോദിക്കുന്നതെങ്കിൽ നുഴഞ്ഞു കയറ്റക്കാർ, കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർ തുടങ്ങിയ പരാമർശങ്ങളുണ്ടായി. എക്സാക്ട്ലി അരുൺകുമാർ പറഞ്ഞ പോലെ അടിച്ചോടിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞോന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ പറഞ്ഞ പോലെ ഇലക്ഷന്റെ 2 ദിവസം മുമ്പ് മാത്രം വളരെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മനഃപൂർവ്വം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ തകർക്കുക, ഉണ്ടാക്കുക എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം. അത് പറയുന്നതിൽ എന്താ കുഴപ്പം? പ്രസംഗം കേട്ടാൽ കൂടുതൽ തർക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങ് പറഞ്ഞത് പച്ചക്കള്ളാണെന്ന് ഇവിടെ വ്യക്തമായി കഴിഞ്ഞല്ലോ. പക്ഷെ അങ്ങയുടെ താല്പര്യം വളരെ മോശമാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ കെ ശബരിനാഥൻ, ഈ ഇലക്ഷന്റെ അവസാനത്തെ നാളുകൾ രാഹുൽ ഗാന്ധി വേഴ്സസ് പിണറായി വിജയൻ എന്നുള്ള നിലയിൽ മാറിയത് നിങ്ങളെ സംബന്ധിച്ചൊരു ടാക്ടിക്കൽ ബ്ലണ്ടർ അല്ലേ? കാരണം അതേ തുടർന്ന് ഇന്ത്യ മുന്നണി ഒരു നേതാവ് മറ്റൊരു നേതാവിനെ കുറിച്ച് അങ്ങനെ പറയാമോ തുടങ്ങിയ ചർച്ചകളാണ് ഉയർന്നത്. അതിനപ്പുറത്ത് ഇവിടുത്തെ നേതാക്കളെ കൊണ്ട് തന്നെ ഈ സംസ്ഥാന ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആശങ്കയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്തിരുന്നെങ്കിൽ അതായിരുന്നില്ലേ കുറച്ചുകൂടി നല്ല ഇലക്ഷൻ സ്ട്രാറ്റജി?
അല്ല, ഈ ഇലക്ഷൻ രാഹുൽ ഗാന്ധി വേഴ്സസ് പിണറായി വിജയൻ എന്നുള്ള മോഡിലേക്ക് മാറി എന്നുള്ള നിരീക്ഷണം തെറ്റാണ്. ഇത് രാഹുൽ ഗാന്ധി വേഴ്സസ് നരേന്ദ്രമോദി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇലക്ഷന്റെ നമ്മൾ ചർച്ചകൾ കൊണ്ടുപോയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ അരുൺ പറഞ്ഞ മോദിയുടെ വിഷലിപ്തമായിട്ടുള്ള വാക്കുകളിൽ പോലും അവർ കൂട്ടിക്കുഴയ്ക്കുന്നത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ താലിമാലകൾ എടുത്തുകൊണ്ട് പോകുന്നുള്ള കള്ളമല്ലേ നരേന്ദ്രമോദി പറയുന്നത്? ഈ CPM ഉണ്ടാക്കിയിട്ടുള്ള മാനിഫെസ്റ്റോയെ കുറിച്ച് ഒരു വാക്ക് മോദി പറയുന്നുണ്ടോ? അല്ലെങ്കിൽ CPM-ന്റെ മാനിഫെസ്റ്റോയിൽ 5-6 പോയിന്റിനെ കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടോ? അദ്ദേഹം അറ്റാക്ക് ചെയ്തത് കോൺഗ്രസിന്റെയാണ്. കോൺഗ്രസിന്റെ പല പല ആളുകൾ പറഞ്ഞ കാര്യത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇല്ലാത്ത നുണക്കഥകൾ ഇവിടുത്തെ എല്ലാ ന്യൂനപക്ഷങ്ങളും കൊടുക്കും, അല്ലെങ്കിൽ ഇവിടെ സാധാരണക്കാരിൽ പണം പിടിച്ചു വാങ്ങും, ഇവിടെ ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കും, ഇവിടെ പണക്കാരുടെ പൈസ എല്ലാം എടുത്ത് അക്കൗണ്ടിലേക്ക് ഇടുമെന്നുള്ള കള്ളത്തരങ്ങൾ മോദി പറയുമ്പോഴും അദ്ദേഹം റെഫറൻസ് ആയി പറയുന്നത് കോൺഗ്രസ് ആണ്. അപ്പൊ അതിൽ വളരെ ക്ലിയർ അല്ലേ, നരേന്ദ്രമോദിക്ക് ഭയം കോൺഗ്രസിനെയും ഇവിടെ പറയുന്ന രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണിയുമാണ്. അതിൽ ആ സ്കീമിൽ CPM ഇല്ല. നമ്മൾ വോട്ട് ചോദിക്കുമ്പോൾ പറയുന്നതാണ്, കേന്ദ്രത്തിലെ സ്കീമിൽ നരേന്ദ്രമോദി ഇറക്കുന്ന സ്കീമിൽ CPM-ന് ഒരു റോളുമില്ല. CPM നിങ്ങൾ കേരളത്തിൽ വോട്ട് കൊടുക്കുന്നത് BJP-ക്ക് വോട്ട് കൊടുക്കുന്നത് തുല്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് അരുണിനോട് പറയാനുള്ളത്, ഈ കോടതിയിൽ പോയാലേ കേസ് മാറ്റാൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും ഇവിടെ എല്ലാവരോടും പറയണ്ട. പുതുപ്പള്ളി ഇലക്ഷൻ തലേ ദിവസം മിത്ത് വിവാദത്തിൽ സമരം ചെയ്ത ആളുകൾക്കെതിരെ കേസ് മാറ്റിയ പിണറായി വിജയൻ സർക്കാർ തന്നെ ഈ കേസുകൾ മാറ്റാമായിരുന്നു. എന്നു മാത്രമല്ല, നിങ്ങൾ എന്താണ് പറഞ്ഞത്? ദേശാഭിമാനി അവിടെ സമരം ചെയ്ത വൈദികരടക്കമുള്ള ആളുകളെ നിങ്ങൾ തീവ്രവാദികൾ എന്ന് വിളിച്ചില്ലേ? നരേന്ദ്രമോദി അർബൻ നക്സൽസ് എന്നും തീവ്രവാദികളും നമ്മളെ എന്നെയും അരുണിനെയൊക്കെ വിളിക്കുന്നത് പോലെ ഇവിടെ സമരം ചെയ്ത അച്ഛന്മാരെ, മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിൽ ഉള്ള നിലപാടിനെതിരെ സമരം ചെയ്ത ആ വിഷയത്തിൽ ജനങ്ങളോടൊപ്പം ദേശാഭിമാനി ഇപ്പോൾ ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ജനങ്ങൾ എന്തായാലും ഈ അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വന്ന് ചില പാതിരിമാരുടെ പേരും പുരോഹിതന്മാരുടെ പേരും എല്ലാം പറഞ്ഞ് പലതരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള വർത്തമാനം പറയാ. ഇതൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർത്തിവെക്കണം, എന്നാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോ ഈ വികസനം ഈ നാടിന് വേണം, ഈ വികസന പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒഴിച്ച് എന്തു ചർച്ചയ്ക്കും കോംപ്രമൈസിനും സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞേ. ഇതൊക്കെ നമ്മൾ എത്ര തവണ ചർച്ച ചെയ്താണ്? ഏറ്റവും ഫ്രീ ആൻഡ് ഫെയർ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, ജനം വോട്ട് ചെയ്യട്ടെ. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ കേരളത്തിൽ ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും. കാരണം 7.5 വർഷമായി 8 വർഷമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണത്തിന്റെ നേട്ടങ്ങൾ അടക്കം ഉൾക്കൊള്ളുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ ഈ തലേദിവസം വന്ന് പറയണ്ട. ഇതൊക്കെ ജനങ്ങൾ കൃത്യമായി എല്ലാം ജനങ്ങൾ വിലയിരുത്തട്ടെ. കഴിഞ്ഞ 40 ദിവസമായി അവർ എല്ലാ വിഷയങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങളിലൂടെ കേരളം കടന്നു പോവാണ്. അതൊക്കെ വിലയിരുത്തി വളരെ പ്രാപ്തമായ നിലയിൽ, ഉചിതമായ നിലയിൽ ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ. നിങ്ങൾ നിങ്ങളുടെ ക്യാമ്പയിൻ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക. വളരെ നന്ദി 3 പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്ലാൻ അവസാനിക്കുന്നു. നമസ്കാരം.